ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞായറാഴ്ച രാവിലത്തെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് കരുതുന്നത്. ഇന്ന് ഇവിടേക്ക് നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതാ ഇന്ന് രാവിലെ തന്നെ നൂൽപുട്ടും സ്റ്റൂ കറിയും ആക്കാമെന്നാണ് കരുതിയിരുന്നത്. അപ്പോൾ കറിക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് അടുപ്പിൽ വെച്ചപ്പോഴാണ് നമ്മുടെ ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പം ഏട്ടനോട് പറഞ്ഞ് കുറ്റിയൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാണ് കേട്ടോ. ഈ കുറ്റി മാറ്റി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ്റെ വണ്ടി കഴുകുന്ന ഷാമ്പൂ ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ആ സൈഡിൽ വെച്ചത് താഴോട്ടേക്ക് വീണ് പോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ഇവിടെ പുറത്തേക്കുള്ള ലൈറ്റ് ഇട്ട് വെക്കുന്നത് കാരണം ഇവിടേക്കൊക്കെ ഈ ആമ്പാറ്റാന്ന് പറയും, അതിൻ്റെ ആ തൂവലൊക്കെ അവിടെ പൊഴിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്യണേ. ഈ കുറ്റി മാറ്റിയപ്പോഴാട്ടോ അതൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മോൾ ഇതാ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ അവളെ അങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വീണ്ടും ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് എൻ്റെ പണികൾ നോക്കുകയാണേ. മോളിതാ ഇവിടെ താഴെ തന്നെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഏട്ടൻ പുറത്ത് ഓരോ പണിയിലാണ്. ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണികൾ പുറത്തുണ്ടാവും കേട്ടോ. അപ്പം മോള് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവിടെ ഇരുന്ന് കളിക്കുന്നത് കാരണം ഏട്ടൻ പുറത്ത് ഓരോ പണിക്ക് പോയതാണ്. അപ്പോൾ ഇതാ വെള്ളം ഇങ്ങനെ പൊടി ഇങ്ങനെ കുഴച്ച് വെച്ചത് ഞാനിവിടെ പ്ലേറ്റിൽ വെള്ളത്തിലായിരുന്നു എടുത്ത് വെച്ചത്. മോളിൽ നോക്കി അതിങ്ങോട്ട് വലിച്ചപ്പം വെള്ളം മറിഞ്ഞു പോയിട്ടോ. പ്ലേറ്റിൽ ഇറക്കി വെച്ച കാര്യം മറന്നുപോയേ. അപ്പോൾ അതാ കുഴച്ചെടുത്ത് ഇതാ ഇങ്ങനെയാക്കി ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കേ. അതാകുമ്പോൾ ആ അച്ചിലേക്ക് ഇടാൻ കുറച്ചും കൂടി ഒരു എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മോനൊക്കെ ഇവിടെ നൂൽപുട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനിത് ഞായറാഴ്ചകളിലേ ആക്കാറുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് 2 കൈ വേണം, ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മോള് വാശി പിടിക്കുന്ന സമയത്തൊക്കെ അവളെ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ കുറച്ചൊരു ടാസ്ക്കായിട്ട് തോന്നുന്ന കാരണം ഇതാകുമ്പോൾ ഇപ്പം വാശി പിടിച്ചാലും ഏട്ടനോ അല്ലെങ്കിൽ മോനോ നോക്കിക്കൊള്ളുമല്ലോ. അതുകൊണ്ട് ഞാൻ അധികം ഞായറാഴ്ചകളിലാണേ നൂൽപുട്ടാക്കാറ്. അപ്പോൾ അതൊക്കെ അവിടെ അടുപ്പിൽ വെച്ചതിന് ശേഷം ആ കുടിവെള്ളത്തിൻ്റെ നോക്കുകയാണേ. ഇപ്പം ഞാൻ എല്ലാം ഗ്യാസിലാട്ടോ വെക്കാറ്. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്ത് അടുപ്പ് കത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മഴയുള്ളപ്പം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങിയതാണേ. മോനിതാ അവിടെ പുല്ല് പറിക്കുക കേട്ടോ. മഴ പെയ്തിട്ട് നന്നായിട്ട് പുല്ലുണ്ടായിട്ടുണ്ട് ഇവിടെയൊക്കെ. ചെടികൾക്കുള്ളിലൊക്കെ നല്ലതുപോലെ പുല്ലുണ്ടായിട്ടുണ്ട്. അപ്പോൾ മോൻ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണേ. അച്ഛനും മോനും ഇതൊക്കെയാണ് മുറ്റത്ത് പണികളെ. നമ്മുടെ ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് പുല്ല് വളരെ, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ പുല്ല് വളരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇന്ന് പറിച്ച നാളത്തേക്ക് അത്രയ്ക്ക് പുല്ല് വളർന്നിട്ടുണ്ടാവേ. ഇതെല്ലാം പുല്ലൊന്നുമല്ല, അതിൻ്റെ ഇടയിൽ കുറേ നല്ല ചെടികളും തുളസി തൈകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഏട്ടൻ അതുപോലെ ഈ ചെടികളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ലതുപോലെ ബുഷായിട്ടുണ്ടായ ചെടിയായിരുന്നു. പക്ഷേ മഴ പെയ്ത് കഴിയുമ്പം വെയിറ്റ് കാരണം അത് താന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്കൊരു തേങ്ങ പൊളിച്ച് കിട്ടണം, അതിന് വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം ഞാൻ മുറ്റത്തൊക്കെ നിന്ന് അതിനുശേഷം ഏട്ടൻ എനിക്ക് തേങ്ങ പൊളിച്ച് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ പൊളിച്ചതിന് ശേഷം അച്ഛനും മോനും അകത്തേക്ക് കയറിയേ. അപ്പോൾ പിന്നെ മോളെ ഏട്ടൻ്റെ അടുത്ത് ഏൽപ്പിച്ച് ഞാൻ എൻ്റെ ജോലികൾ നോക്കിയേ. കൂട്ടത്തിൽ തന്നെ മോനെയും ഒന്ന് പഠിക്കാൻ ഇരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ അടുക്കള ജോലിയുടെ ഇടയിലാട്ടോ മോനെയും കൂടി ഒന്ന് പഠിക്കാൻ ഇരുത്താൻ പറ്റുക. തിങ്കളാഴ്ച അവനൊരു ക്വിസ് പ്രോഗ്രാം ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എൻ്റെ കറിയും നൂൽപുട്ടൊക്കെ അതും അവിടെ നിന്ന് ആവുന്നുണ്ട്. അതുപോലെ മോളെ ഏട്ടൻ ഇങ്ങനെ കൊതുക് വലയിൽ വലിച്ചു കൊണ്ട് നടക്കുകയാണ്. ഈ ഒരു പരിപാടി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ വലിക്കൽ നിർത്തി കഴിഞ്ഞാൽ ആൾ ഒച്ച ഉണ്ടാക്കി വീണ്ടും വലിച്ചു പോകാനായിട്ട്. അപ്പോൾ അച്ഛനും മോളും അവിടെ നിന്ന് കളിക്കുന്നുമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഞായറാഴ്ച രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.